പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നന്ദിനി ദേഷ്യത്തോടെ വേദയോട് ചോദിക്കുന്നുണ്ട്, എടി എന്തിനാടി നീ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അമ്മ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാ, എന്നിട്ടും നീ വിക്രമിനെ ജയിലിലാക്കിക്കൊണ്ട് അമ്മയെ നീ ദ്രോഹിച്ചു. ഇപ്പോഴിതാ ശ്രീജേച്ചി ഞങ്ങളെയൊന്നും അനുസരിക്കാതെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും വിശ്വേട്ടനെ നീയും നിന്റെ ചേട്ടനും കൂടി ചേർന്നല്ലേ ജയിലിലാക്കിയിരിക്കുന്നത്. എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ പാവത്തിനെയെങ്കിലും നിനക്ക് വെറുതെ വിട്ടൂടെ? എന്താ നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? മറുപടി പറയരുത്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ടുകൊണ്ട് വേദ പറയുന്നുണ്ട്, അതെ, എനിക്ക് നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി തരേണ്ട ഒരാവശ്യവുമില്ല. ചോദിക്കട്ടെ, അത് ചോദിക്കാനുള്ള അവകാശം അമ്മയ്ക്കും ശ്രീജേച്ചിക്കുമാണ്. ഇത് കേൾക്കുന്ന ശ്രീജ ഓടി വരിക കേട്ടോ. കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടാണ് വേദയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. എങ്കിൽ പറ വേദേ, ഞാനാണ് നിന്നോട് ചോദിക്കുന്നത്, എന്തിനാ നിന്റെ ചേട്ടൻ ഇത് ചെയ്തത്? ഇത് നിന്റെ ചേട്ടൻ തന്നെയല്ലേ എൻ്റെ വിശ്വേട്ടനെ ജയിലിലാക്കിയത്, കള്ളക്കേസ് കൊടുത്ത്? എൻ്റെ ചേട്ടനുണ്ടല്ലോ, ആരുടെയും ഒരു രൂപ പോലും ആഗ്രഹിക്കാത്ത ചേട്ടനാ. എൻ്റെ ചേട്ടന് ജയിലിൽ കിടക്കുന്നത് പേടിയാ. ജയിലെന്ന് കേൾക്കുന്നത് തന്നെ പേടിയാ. പിന്നെ അദ്ദേഹത്തിന് വിശപ്പ് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. നിനക്കറിയാലോ, ഇതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. എങ്ങനെയാണ് ഇത്രയും നേരം അവിടെ കഴിഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. വേദ പ്ലീസ്, നീ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ചേട്ടനെ ഒന്ന് ജയിലിൽ നിന്ന് ഇറക്ക് വേദ. നീ എന്താ ഇതിന് ഒരു പരിഹാരം കാണാത്തത്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഇവരാരും തന്നെ അറിയാതെ ഒരുപാട് നിന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു നന്ദിയെങ്കിലും ഈ സമയത്ത് നീ കാണിക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചിക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഇതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് ചേച്ചി. പെട്ടെന്ന് ചെന്ന് എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ചേച്ചി എന്നെ മനസ്സിലാക്കണം. എന്നാൽ ഇത് കേട്ട് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ശ്രീജ വേദയുടെ കാലിൽ വീഴുകയാണ്. എന്നിട്ട് പ്ലീസ് വേദ, ഞാൻ നിൻ്റെ കാലിൽ വീഴുകയാണ്, നിൻ്റെ കാല് പിടിക്കുന്നു. നീ എങ്ങനെയെങ്കിലും നിൻ്റെ ചേട്ടനോട് പറഞ്ഞ് എൻ്റെ വിശ്വേട്ടനെ പുറത്തിറക്ക് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് കാലിൽ വീണ് കിടന്ന് കരയാണ്. ഇതുകൊണ്ട് കമലാമ്മയെ ഓടി വരുന്നുണ്ട്. നന്ദിനി അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഈ കാണിക്കുന്നത്? ഇവളുടെയൊക്കെ കാലിൽ നമ്മളെപ്പോലുള്ളവരൊക്കെ വീഴാൻ പാടുണ്ടോ? ചേച്ചി ഒന്ന് എങ്ങ് എഴുന്നേറ്റ് വന്നേ. ഇത് കണ്ടിട്ടും അവൾ ചേച്ചിയുടെ അടുത്ത് ചേട്ടനെ രക്ഷിക്കാമെന്ന് ഒരു വാക്ക് പോലും പറയുന്നില്ല. അവളുടെ അഹങ്കാരം കണ്ടില്ലേ ചേച്ചി? ഇങ്ങനത്തെ ഇവളെയാണോ ചേച്ചി സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കൂടുതൽ ദേഷ്യം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്ദിനി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദകിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇങ്ങനെ കാല് പിടിക്കുന്നത് കണ്ട് ചേച്ചിയെ പിടിച്ച് പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് എനിക്ക് അറിയുന്നില്ല ചേച്ചി. പ്ലീസ് എന്നെ നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. എൻ്റെ ചേട്ടൻ ചെയ്ത ഈ ദ്രോഹത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് വേദ പറയുന്നുണ്ട്. എന്നാൽ ശ്രീയും വർഷയും കൂടി നല്ല സന്തോഷത്തിൽ, എന്തായാലും വേദയുടെ വിക്രമിൻ്റെ ചേട്ടനെ ജയിലിലാക്കിയ സന്തോഷത്തിൽ അവർ നിന്ന് സംസാരിക്കാൻ നല്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിനക്കറിയോ വർഷേ, ആ വിക്രമിൻ്റെ ചേട്ടനുണ്ടല്ലോ വിനയൻ, അവനുണ്ടല്ലോ അച്ഛനക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ ചേട്ടനെ നിങ്ങൾ രക്ഷിക്കണം, എനിക്ക് കാശ് തന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ മരുമകൻ എന്താ ചെയ്തു വെച്ചേക്കണെന്നൊന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. നീ കാശ് വാങ്ങിച്ചല്ലടാ ഇതെല്ലാം ചെയ്തത്, നീ അനുഭവിക്ക്. നീ എങ്ങാനും ഇതെല്ലാം പുറത്ത് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് അച്ഛൻ എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേൾക്കുന്ന വർഷയ്ക്കും സന്തോഷമാവുകയാണ്. എന്തായാലും വേദയെ എന്തായാലും അവർ പുറത്താക്കും ഇതിൻ്റെ പേരിൽ. അപ്പോഴവൾക്ക് ഇങ്ങോട്ട് തന്നെ കയറി വരേണ്ടി വരും. കയറി വരട്ടെ, അപ്പോൾ നമുക്കും ചിലതൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദർശൻ കയറി വരുന്നുണ്ട്. ഇത് കണ്ട് ശ്രീ പറയുന്നുണ്ട്, കണ്ടോ വർഷേ, നീ എൻ്റെ ചേട്ടൻ വരുന്നുണ്ട്. അവൻ എന്തിനാ വരുന്നതെന്ന് എനിക്കറിയാം. വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദർശൻ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. വാടാ എന്ന് പറയുന്നുണ്ട് ശ്രീ. എന്നിട്ട് ദർശൻ ശ്രീയോട് പറയുന്നുണ്ട്, ചേട്ടാ എന്തിനാ ഞാനിങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണെന്നും നിങ്ങൾക്കറിയാം. എന്തിനാണ് ആ വിക്രമിൻ്റെ ചേട്ടനെ ഇങ്ങനെ കള്ളക്കേസുകൾ കുടുക്കി നിങ്ങൾ ജയിലിലാക്കിയിരിക്കുന്നത്?
അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ്, വളരെ പാവം പിടിച്ച മനുഷ്യനാണ്. നിങ്ങൾ അത് പിൻവലിക്കണം ഈ കേസ് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്താടാ നിനക്ക് അവരോട് ഇത്രക്ക് സിമ്പതി, നീ അവിടെ ജനിച്ചതാണോ ഇവിടെ ജനിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രീ ദർശനോട് പറയുന്നുണ്ട്, അതേടാ ഞാൻ തന്നെയാണ് കള്ളക്കേസ് കൊടുത്ത് ആ വിശ്വത്തെ ജയിലിലാക്കിയത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യ്. ഇത് കേൾക്കുന്ന ദർശൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നിങ്ങളെപ്പോലെ ഒരു ചതിയനല്ല ഞാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. ഓ, നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അതെ നമ്മുടെ അങ്കിൾ ഇതെല്ലാം അറിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇതൊരു കള്ളക്കേസാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട്, അതെ നിൻ്റെ അങ്കിൾ ഇവിടെ ഇല്ല, അങ്കിൾ ഇല്ലാത്ത സമയം നോക്കി തന്നെയാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. എടാ എൻ്റെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഈ രാജ്യത്ത് തന്നെയില്ല, അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ കളിയിൽ ജയിച്ചിരിക്കും. പിന്നെ ഞാനിതിന് പകരമായി വെച്ചിട്ടുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് നിനക്കറിയാവോ? വേദ താലി പൊട്ടിച്ചെറിഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസിൽ നിന്നും കേസ് പിൻവലിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കേസുമായി ഞാൻ മുന്നോട്ട് തന്നെ പോവും. കേൾക്കുന്ന ദർശൻ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് വേദയാണ്, അതിനു വേണ്ടി ഒരു കരുവാണ് ഈ വിശ്വം. ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാണ്. പിന്നീട് ദർശൻ പറയുന്നുണ്ട്, ശരി അങ്കിൾ ഇവിടെ ഇല്ല, എന്നാൽ അങ്കിളിന് പകരമായി ഈ കേസ് ഞാനാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രീ നിന്നിങ്ങനെ വിറയൽ വരുന്നത് പോലെ അഭിനയിക്കുക കേട്ടോ. എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ നീയാണോ ഈ കേസ് അന്വേഷിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു. എടി വർഷേ ഇനി എന്തെല്ലാമാണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെയൊക്കെ പേടി പോലെ അഭിനയിക്കുക കേട്ടോ ശ്രീ. എന്നിട്ട് ദർശനോട് പറയുന്നുണ്ട്, എന്തിനാടാ ഈ തോൽക്കാൻ പോകുന്ന കേസ് ഏറ്റെടുത്ത് നീ വാദിക്കുന്നത്, നല്ല വല്ല കേസും പോയി വാദിക്കടാ, നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ നിൻ്റെ ചേച്ചിയുടെ ചേട്ടനോടാണ് കളിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം എന്ന് പറയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ നന്നായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത്. പിന്നെ ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ ചേട്ടനെന്നോ അച്ഛനെന്നോ ചേച്ചിയെന്നോ ഒന്നുമില്ല, കേസ് മാത്രമാണ് മുന്നിലുള്ളത്. അതും ഇതൊരു തെറ്റായ കേസാണ്, അതുകൊണ്ട് ഞാനിത് വാദിച്ച് ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ദർശൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വിക്രം വേദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹാളിലേക്ക് കയറിയ ഉടനെ തന്നെ ജഡ്ജ് സാർ എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ്. ഇത് കേട്ട് ശ്രീ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ വിക്രം, നിനക്കിട്ട അടിച്ചത് നല്ലവണ്ണം കൊണ്ടെന്ന് തോന്നുന്നല്ലോ, അതുകൊണ്ടല്ലേ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഏതെയും ഓഫീസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ വെല്ലുവിളിച്ചിട്ടാണ് അവൾ പോയത്. ഇപ്പോൾ ഇതാ നീയും, നിന്റെ ചേട്ടനല്ലേ ജയിലിൽ കിടക്കുന്നത്, അദ്ദേഹത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാ, എനിക്കല്ല എന്ന് പറയാണ് ശ്രീ. കേട്ടതും വിക്രം ദേഷ്യത്തോടെ ശ്രീയുടെ കോളറിന് പിടിച്ച് ചുമരിനോടാണ് അടുപ്പിച്ച് നിർത്തുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൈ വെച്ച് നിൻ്റെ കഴുത്തിലൊന്ന് അങ്ങ് അമർത്തിയാലുണ്ടല്ലോ നിൻ്റെ കഥ കഴിയാവുന്നതേ ഉള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. അപ്പോൾ ശ്രീ കൂളായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയല്ലടാ കള്ളക്കേസിൽ കുടുക്കി നിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്ന എൻ്റെ ചേട്ടനെ കുടുക്കി ജയിലിലാക്കിയിരിക്കുന്നത് നീയല്ലടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടനോ, നിൻ്റെ ഏത് ചേട്ടനാ, വിശ്വമാണോ വിനയനാണോ, ആരാടാ ജയിലിൽ കിടക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് അറിയാത്ത മട്ടിൽ ചോദിക്കുക കേട്ടോ. വിക്രമിന് വീണ്ടും ദേഷ്യം വരികയാണ് ഇതൊക്കെ കേട്ടിട്ട്. വിക്രം പറയുന്നുണ്ട്, നീ ഈ വിക്രമിനെ ശരിക്കും അറിയത്തില്ല, നിനക്ക് വിക്രമിന് നിൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയത്തില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട്, ആ എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെക്കുറിച്ച് പുറത്തെല്ലാം അന്വേഷിച്ചു, അവരെല്ലാം പറഞ്ഞത് എന്താണെന്ന് അറിയാവോ, നീ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു വില്ലനായിരുന്നു, കഞ്ചാവ് കേസിൽ കുടുങ്ങിയിട്ടുണ്ട്, ഇപ്പോഴിതാ നിൻ്റെ ചേട്ടൻ 10 ലക്ഷം മോഷ്ടിച്ചതിന് ജയിലിൽ കിടക്കുന്നു, നിൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ്, ഇതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കുന്നതും ശ്രീയുടെ തല പിടിച്ച് ഒരു തൂണിലിടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഓടി വരുന്നുണ്ട്. ശ്രീ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഒരു ജഡ്ജിയുടെ വീട്ടിൽ കയറിയാണോ ഈ തെമ്മാടിത്തരമെല്ലാം കാട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ കരഞ്ഞുകൊണ്ട്, എന്താ മോനെ എന്താ സംഭവിച്ചത്, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്,
അമ്മയ്ക്ക് അറിയാവോ, നിങ്ങളുടെ മകനുണ്ടല്ലോ എൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കി 10 ലക്ഷം മോഷ്ടിച്ചെന്നും പറഞ്ഞ് ജയിലിലാക്കിയിരിക്കുക. ഇതിന് സമാധാനം പറയാം അമ്മേ എന്ന് പറയുന്നുണ്ട്. ശരിയാണോടാ ഇതെല്ലാം എന്ന് ചോദിക്കുകയാണ് പത്മ. അമ്മ, ഇവൻ്റെ ചേട്ടൻ നമ്മുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. 10 ലക്ഷം മോഷ്ടിച്ചിട്ട് ഇപ്പം അവൻ ജയിലിലാണ്. ഇവനോട് പോയി അവനെ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അമ്മേ. ഇത് സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നതെന്ന് ശ്രീ കൂളായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, അതേടാ ഞാൻ രക്ഷിക്കും. എൻ്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. കമലാമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷേ എന്തെങ്കിലും വഴി തെളിഞ്ഞോ നമ്മുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി? അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇല്ല കമലേ, ഞാനും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വഴിയും തെളിയുന്നില്ല. ഇത് കേൾക്കുന്ന ശ്രീജ ഓടി വരുന്നുണ്ട്. അച്ഛാ, എങ്ങനെയെങ്കിലും എൻ്റെ ഏട്ടനെ രക്ഷിക്കണം ചേട്ടാ. അച്ഛാ, ചേട്ടൻ ഇപ്പോൾ അവിടെ പേടിച്ചിരിക്കുകയായിരിക്കും. എന്നെ കണ്ടാൽ ഉടനെ കരച്ചിൽ തുടങ്ങും. അതുകൊണ്ടാണ് ഞാനൊന്ന് കാണാൻ പോലും പോവാത്തത്. അച്ഛാ പ്ലീസ് അച്ഛാ, എന്തെങ്കിലും ഒരു വഴി കണ്ട് എൻ്റെ ചേട്ടനെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, അതെ മാഷേ, ഞാനൊരു വഴി പറയട്ടെ. അന്ന് നമ്മുടെ വിക്രമിനെ രക്ഷിച്ചത് വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണ അല്ലേ? അദ്ദേഹത്തെ ഞാൻ പോയി ഒന്ന് കാണട്ടെ. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ കേസിൽ വാദിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറയാം. ഞാൻ പോട്ടെ മാഷേ. എന്തായാലും നമ്മുടെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അദ്ദേഹം എന്തായാലും നമ്മുടെ മകനെ രക്ഷിക്കുമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്താ കമല നീ ഈ പറയുന്നത്? അന്ന് വിക്രം വേറെ ഒരുത്തനെ അടിച്ച് ജയിലിലാക്കി ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് അവനെ അദ്ദേഹം രക്ഷിച്ചത്. പക്ഷേ ഇതാരാണ് പ്രതി? അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 10 ലക്ഷം രൂപ എടുത്തു കൊണ്ടുപോയി കട്ടു എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസ് അദ്ദേഹത്തിൻ്റെ മകനാണ് കൊടുത്തിരിക്കുന്നത്. നീ അതൊന്ന് ആലോചിക്ക്. അപ്പോൾ അദ്ദേഹം ആരുടെ ഭാഗത്താണ് നിൽക്കുക? മകൻ്റെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ. നീ അത് ചിന്തിക്കുക കമലം എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ദർശൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മാഷേ, ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. നിനക്കെന്ത് വേണം ദർശ എന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദർശൻ പറയുന്നുണ്ട്, അതെ അമ്മ, എനിക്ക് വേദയുമായി പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ഇവളോട് ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. കുറേ ദേഷ്യപ്പെട്ട് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞു നോക്കി, ഇവൾ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നില്ല. കുട്ടി, നീ എന്തെങ്കിലും പറഞ്ഞ് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോ എന്ന് പറയാണ്. പക്ഷേ ആ വേദ പറയുന്നുണ്ട്, ദർശ നീ ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ദർശൻ പറയുന്നുണ്ട്, എനിക്ക് വിഷയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ ഇന്നലെ വാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ദർശനയും കൊണ്ട്. വേദേ, നിനക്കറിയാവോ ഈ കേസിൻ്റെ സ്വഭാവത്തെപ്പറ്റി? അവർ നല്ലൊരു പൂട്ടാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. വിഷത്തെ ഒരിക്കലും നമുക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല. എല്ലാ വഴികളും അവർ അടച്ചിരിക്കുന്നു. വിഷം എങ്ങനെയായാലും ജയിൽ കിടക്കേണ്ടി വരും. പിന്നെ ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് വേണ്ടതും അതാണ്. അതിന് വേണ്ടിയാണ് ഈ കളികളെല്ലാം അവർ കളിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം ദർശൻ, ഞാൻ ചേട്ടനുമായി സംസാരിച്ചിരുന്നു എന്ന് വേദയും പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, വേദേ നീയാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. വിഷം ജയിലിൽ നിന്ന് പുറത്തു ഇറങ്ങണമെങ്കിൽ ഈ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ, ഈ ഒരു കോംപ്രമൈസ് മാത്രം. നമ്മൾ എത്ര വാദിച്ചാലും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ സ്ഥിതിക്ക് നിൻ്റെ കയ്യിലാണ് എല്ലാ ഇതും ഉള്ളത്. നീ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. വിഷം പുറത്തു വരണോ വേണ്ടയോ എന്ന് നിൻ്റെ കയ്യിലാണുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്നും പോകുന്നുണ്ട്.